തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ദിവസങ്ങളിലേക്ക് കടക്കുകയാണ്. സംസ്ഥാനത്തെ 39 മണ്ഡലങ്ങളിലേക്കാണ് ഏപ്രിൽ 19 ഒറ്റഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രചാരണ തിരക്ക് ദേശീയ നേതാക്കളെല്ലാം തന്നെ തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള പ്രചാരണം നമ്മൾ കണ്ടതാണ്. നരേന്ദ്രമോദി, അമിത്ഷാ, ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി തുടങ്ങിയ എല്ലാ ദേശീയ നേതാക്കളും തമിഴ്നാട് കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ പ്രചാരണമാണ് ഇക്കുറി നടത്തിയിട്ടുള്ളത്. ചെന്നൈയിൽ നിന്ന് ഇർഷാദ് പടന്നയുണ്ട് വിവരങ്ങൾ നൽകാനായി. ഇർഷാദ്, ഇത്തവണ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ സഖ്യങ്ങളൊന്നുമില്ലാതെ BJP, DMK, AIADMK എന്നിവർ തനിച്ച് ത്രികോണ മത്സരം നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വലിയ പോരാട്ടങ്ങൾക്കുള്ള സാധ്യത BJPയെ സംബന്ധിച്ചിടത്തോളം ഇക്കുറി കുറച്ചുകൂടെ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ വരവുകൾ നമുക്ക് മനസ്സിലാക്കി തന്നിരുന്നു. അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എങ്ങനെ പുരോഗമിക്കുന്നു സ്ഥാനാർത്ഥി പ്രചാരണം? ജിൽസി, തീർച്ചയായും BJPയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് തമിഴ്നാട്. 39 സീറ്റുകളാണ് തമിഴ്നാട്ടിലാകെയും. അതോടൊപ്പം തന്നെ തമിഴ്നാടിനോട് ചേർന്ന് പുതുച്ചേരിയിൽ ഒരു സീറ്റ്, അങ്ങനെ 40 സീറ്റുകൾ നേടണം എന്ന ലക്ഷ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് MK സ്റ്റാലിൻ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പ്രത്യേകിച്ച് DMKയും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഭരണത്തിൽ തിരിച്ചു വരിക എന്നത് പ്രധാനമാണ്. അതിൽ പ്രധാനമാണ് ഈ തമിഴ്നാട്ടിലെ സീറ്റുകൾ. പ്രധാനമായും സീറ്റുകളുടെ ഷെയർ കിട്ടേണ്ടത് തമിഴ്നാട്ടിൽ നിന്നാണ്. കഴിഞ്ഞ തവണ 38 സീറ്റുകളും DMK ജയിച്ചിരുന്നു. അത് വർദ്ധിപ്പിച്ച് പൂർണ്ണമായും 39 സീറ്റുകൾ നേടിയാൽ മാത്രമാണ് ഇന്ത്യ മുന്നണിക്ക് ഒരു മുന്നേറ്റമുണ്ടായി എന്ന് പറയാനാവുക. അതോടൊപ്പം തന്നെ BJP ഒറ്റക്ക് മത്സരിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ തവണ AIADMK ചേർന്നിട്ടുള്ള സഖ്യമായിരുന്നു. ഇപ്പോൾ ദ്രാവിഡ കക്ഷികളുടെ ഒന്നും പിന്തുണയില്ലാതെ BJP മത്സരിക്കുമ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ശക്തി തെളിയിക്കുക എന്നതിന്റെ കൂടി വിഷയമാണ്. തെന്നിന്ത്യയിൽ നിലനിൽപ്പിന്റെ കൂടി വിഷയമാണ്. കർണാടക നഷ്ടപ്പെട്ട് കഴിഞ്ഞു. കേരളത്തിലും തെലങ്കാനയിലോ കാര്യമായ ചലനങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. എന്നാൽ കുറച്ച് വർഷങ്ങളായി AIADMKയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അസ്തിത്വമുണ്ടാക്കി അണ്ണാമലയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രവർത്തനങ്ങൾ BJP നടത്തുന്നുണ്ട്. ഇതിനുള്ള ഒരു റിസൾട്ട് കൂടി ഉണ്ടാക്കേണ്ടതുണ്ട്. പക്ഷേ പ്രധാനമായും BJPക്കും AIADMKക്കും ശക്തി കേന്ദ്രങ്ങളായുള്ളത് പടിഞ്ഞാറൻ തമിഴ്നാട്ടിൽ നിന്നുള്ള സീറ്റുകളാണ്. പക്ഷേ ഇവർ വ്യത്യസ്ത രണ്ട് വിഭാഗങ്ങളായി മത്സരിക്കുമ്പോൾ എന്ത് ഗുണം ചെയ്യും എന്നതും വളരെയേറെ ഉറ്റുനോക്കുന്ന ഒരു സംഗതി കൂടിയാണ്. ഏതായാലും തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസങ്ങളിലേക്ക് കടക്കുകയാണ്. ഇന്നടക്കം 3 ദിവസമാണ് ഇനി പ്രചാരണത്തിനുള്ളത്. പരമാവധി ദേശീയ നേതാക്കൾ BJPയുടെയും കോൺഗ്രസിന്റെയും നേതാക്കൾ ഇവിടെ ഉണ്ട്. MK സ്റ്റാലിൻ തന്നെ നേരിട്ട് എല്ലാ ദിവസങ്ങളും വൻ പ്രചാരണ പരിപാടികളുമായി രംഗത്തുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ ഇത്തരം പ്രചരണ പരിപാടികൾക്കാകും തമിഴ്നാട് സാക്ഷ്യം വഹിക്കുക. ജിൽസി, തീർച്ചയായും എന്തായാലും കൊടുമ്പിരി കൊണ്ട പ്രചാരണങ്ങൾ കൂടിയാണ്. ഇനി അല്പ ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. ഏപ്രിൽ 19 ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം തന്നെയാണ് തമിഴ്നാട് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. 39 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രചാരണ രംഗത്ത് കടുത്ത ചൂടിനെ പോലും വകവയ്ക്കാതെ സജീവമാണ് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഇർഷാദ് പടന്ന തമിഴ്നാട്ടിൽ നിന്ന് നൽകിയത്.